ഓക്കെ, അപ്പം ഈ GST നമ്മൾ ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അതിനെയും ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ സെയിം നമ്പർ തന്നെ കിട്ടുമോ അതോ പുതിയ നമ്പർ ആയിരിക്കും കിട്ടുന്നത്? GST ക്യാൻസലേഷനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിന് ജെന്യുവൻ റീസൺ വേണം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്തെങ്കിലും കാരണം കൊണ്ട്. അത് ചിലപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് തുടങ്ങിയതാണെങ്കിൽ ആ പർപ്പസ് സെർവ് ചെയ്ത് കാണും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബിസിനസ് വന്നില്ല. അപ്പം അങ്ങനെ ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അങ്ങനെ നമ്മൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിലവിലുള്ള GST രജിസ്ട്രേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി വേറെ സുവമോട്ടോ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3B 3 മാസം 3B കണ്ടിന്യൂസ് ആയിട്ട് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ GST ഓഫീസർക്ക്, നമ്മുടെ ഫയൽ ഏത് ഓഫീസിലാണ് പറഞ്ഞത് ആ ഓഫീസർക്ക് നമ്മുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ 2 രീതിയിലാണ് GST ക്യാൻസലേഷൻ വരുന്നത്. ഇതല്ലാതെ വേറെ ക്യാൻസലേഷൻസും ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബിസിനസ് വേറൊരു ബിസിനസ്സുമായിട്ട് മെർജ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ആ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി മാറി, നമ്മൾ പാർട്ണർഷിപ്പിൽ നിന്ന് നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു LLP മാറി, ഇല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് മാറി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ GST ക്യാൻസലേഷന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി GST ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ രജിസ്ട്രേഷൻ വീണ്ടും അത് റിവോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാൻസലേഷൻ നമ്മളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വിതിൻ നെക്സ്റ്റ് 30 days നമുക്കത് റിവോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ GST ഓഫീസർ തന്നെയാണ് ഇത് ക്യാൻസൽ ചെയ്തത്, സുവമോട്ടോ ക്യാൻസലേഷൻ ആണെന്ന് വെക്കുക, അങ്ങനെയുള്ള കേസിൽ നമുക്കത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓഫീസർക്ക് ലെറ്ററും കാര്യങ്ങളും കൊടുക്കാം, അത് റിവോക്ക് ചെയ്ത് തരണമെന്നുള്ളത് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇനിയിപ്പം അങ്ങനെ വൺസ് GST ക്യാൻസൽ ആയി എന്ന് വെക്കുക, നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യുമ്പം അതേ നമ്പർ തന്നെ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്, പുതിയൊരു GST രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും.